ഹല്ലേലൂയ. ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ സഭയാം വൃക്ഷത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിച്ചു വരുന്നല്ലോ. യോവേൽ പ്രവചനം 1:4 കാണുന്ന തുള്ളൻ വെട്ടുക്കിളി വീട്ടിൽ പച്ചപ്പുഴു, ഇത് എപ്രകാരം ദേശത്തെ നശിപ്പിച്ചു എന്നതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചു വരികയാണല്ലോ. അടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വിട്ടിലിന്റെ ആക്രമണമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുള്ളൻ അത് ഫലങ്ങളും വരങ്ങളും എങ്ങനെ നഷ്ടമാക്കിയെന്നും, അതേപോലെ വെട്ടുക്കിളി അത് ഇലയുടെ മേൽ അഥവാ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സഭയിൽ നിന്ന് നഷ്ടമാക്കി തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ അല്പമായി ചിന്തിപ്പാൻ ഇടയായല്ലോ. വീണ്ടും വിട്ടിൽ ചെയ്തതായ കാര്യം അത് കൊമ്പുകളെയും ഇളം തളിരുകളെയും ആക്രമിക്കുന്നു. അഥവാ ഹോളിനെസ് ഈസ് ലോസ്റ്റ്, വിശുദ്ധി നഷ്ടമാക്കി എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്ത്യൻസ് ലോവേഡ് ദ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ഹോളിനെസ് അണ്ടു ദ ലോർഡ് വിച്ച് ദേ ഹാഡ് ബീൻ ഹോൾഡിംഗ് ലോഫ്റ്റ്. അഥവാ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന വിശുദ്ധിയുടെ ഉയർന്ന നിലവാരം വിശ്വാസികൾ തന്നെ താഴ്ത്താനായിട്ട് തുടങ്ങിയതാണ് ഈ കാലയളവിന്റെ പ്രത്യേകത. വൃക്ഷത്തിന്റെ ജീവാമൃതമായ പരിശുദ്ധാത്മാവ് ഇല്ലാതായതോടെ കൊമ്പുകൾ കൂടുതൽ കൂടുതൽ അഴുകി. ഇത്രയും കാലം പാപമെന്ന് കരുതിയിരുന്ന പലതും പാപമല്ലെന്ന് കരുതി തുടങ്ങി. പൂർവികർ അശുദ്ധമെന്ന് കരുതി ഊരി വലിച്ചെറിഞ്ഞത് മുഴുവൻ ഇന്ന് വാരി അണിയുവാനായിട്ട് ഉത്സാഹം കാട്ടുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ വിവാഹത്തിലുള്ളതാകുന്ന വേർപാട്, വിശുദ്ധി, ഇതെല്ലാം നഷ്ടമായി കിടക്കുന്നതാകുന്ന അനുഭവങ്ങൾ. എത്ര വിവാഹം കഴിച്ചവർക്കും സഭയില് ഉന്നത സ്ഥാനം നേടാവുന്ന അവസ്ഥകളിലേക്ക് തരം താണുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. അതേപോലെ കാലുവാരി അധികാര കസേരകൾ കടത്തുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം നാം കാണുമ്പോൾ അതെ, ഇന്ന് നമ്മുടെ സഭയുടെ വിശുദ്ധി എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാലയളവിലാണ് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാകുന്ന കാര്യം മറന്നു പോകരുത്. നാം നോക്കുമ്പോൾ ആണിനെ വിവാഹം കഴിക്കുവാനായിട്ട് തത്രപ്പാട് കൂട്ടുന്നു, പെണ്ണിനെ വിവാഹം കഴിക്കുവാനായിട്ട് ഉള്ളതാകുന്ന അനുഭവങ്ങൾ ഇന്ന് ലോകത്തിലൊരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. അതേപോലെ വിവാഹം പോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ലിവിങ് ടുഗദർ എന്ന ഓമന പേരിട്ടുകൊണ്ടുള്ളതായ മറ്റൊരു സംരംഭം, ഇതെല്ലാം ഇന്ന് വളർന്നു വരുമ്പോൾ എപ്രകാരമാണ് ലോകം മുൻപോട്ട് പോകുന്നത്, അത് ലോകത്തിന്റെ അവസ്ഥ. എന്നാൽ ആത്മീക ഗോളം എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എഫെസ്യ ലേഖനം 5:26 അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്വർഗം വിട്ട് ഈ താണലോകത്തിലേക്ക് കടന്നു വന്ന്, അഥവാ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും കാൽവറിയിൽ ഊറ്റിത്തന്ന് സഭയെ സമ്പാദിച്ച അരിമനാഥൻ ഇന്ന് ദുഃഖിക്കുന്നുണ്ടോ എന്ന് നാം ഒന്നുകൂടി നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ മുൻപോട്ട് പോയില്ല എങ്കിൽ നിശ്ചയമായിട്ടും വലിയ അധപ്പതനത്തിലേക്ക് ആത്മീക ഗോളം കൂപ്പുകുത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ നിത്യത നഷ്ടപ്പെടുത്തി കളയാതെ വണ്ണം വിശുദ്ധിയുടെ മാനദണ്ഡങ്ങളിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. അതിനായി അരിമനാഥൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. അനുദീനം രക്ഷകൻ പക്ഷത്തോ നീ ശുദ്ധിയായി നടന്നിടുന്നത്, ക്രൂശേറിയ കർത്തനിൽ നിനക്കുണ്ടോ വിശ്രമം നാഴിക തോറുമേ? കുളി
കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോ നിന്നങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ